So we are going to make മസാല. മസാലക്ക് നമുക്ക് വേണ്ടിയത് ഇതിലല്ല മസാല ഇട്ടുണ്ട്. അപ്പൊ എങ്ങനെ ശരിയാവുക? സോ നമ്മള് ഇന്ന് തക്കാളി സബോള ഒന്നും വാങ്ങാൻ നിന്നില്ല. വി ഹാവ് പെരി പെരി അൽഫാം. സോപ്പിട്ട് കഴുകിയ ചിക്കൻ. സോപ്പിട്ട് കഴുകിയ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എടുക്കേണ്ടത് സോപ്പിട്ട് കഴുകിയ ചിക്കന്റെ ഇതെന്താ അത് ഇത് കാലല്ല, ഇത് ചെസ്റ്റ് ലെഗ് തന്നെ അല്ലെ? കാല ലെഗാ രണ്ടൊന്നോ ലിഗമെന്റ് പ്രശ്നം ഉണ്ടോക്കി ഇത് കുഴപ്പമില്ല. അമിനാട്ടി നല്ല ലിഗമെന്റ് ആണിത്. ഇത് ചിക്കൻ ഇട്ടിട്ട് ഇതിൽ മസാല ഇട്ടാന്നില്ലേ? ഞാൻ നമ്മുടെ പരിപാടി ഇതിൽ മസാല വെച്ചാണ് കഴുകിട്ട്. എത്ര പ്രാവശ്യം കഴുകണ് ബാത്റൂം? നേരത്തെ പ്രാവശ്യം സോപ്പിട്ട് കഴുകി, ഇനിയിപ്പോ ഇത് വീണ്ടും സോപ്പിട്ട് കഴുകേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി യു നോ വാട്ട് യു നോ. മിണ്ടാതിരി. എന്തൊക്കെയാണ് കൊച്ചി കേരളത്തിൽ നടക്കുന്നത്? ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു 5 മിനിറ്റ് ഇപ്പൊ വെളിച്ചെണ്ണയിട്ട് വരാൻ പറഞ്ഞു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഡോക്ടർ ഇവിടെ വന്നില്ല. വൈ? അതെ. എന്തൊക്കെയാടാ കൊച്ചു വീട്ടിൽ നടക്കണത്? എന്തൊക്കെയാണ് കൊച്ചു വീട്ടിൽ നടക്കുന്നത്? സോ വി ഹാവ് അൺബോക്സിംഗ് മസാല. ഇതിനൊപ്പം നമുക്ക് ഫ്രീ 25 ഗ്രാം മയോണൈസ് മിസ്. ഇത് പുരി ക്രസ്റ്റ് ആൻഡ് ക്രംബ്. പിരി മസാല. അവിടെ പെരി ശരിക്കും വരിക. നമ്മളെ പെരി എന്നല്ലോ എഴുതിച്ചുള്ളത്. പക്ഷെ പെരി എന്നാണ് ശരിക്കും വേണ്ടത്. അതു ദിസ് ഈസ് ദ മസാല ഐ തിങ്ക്. ഇത് മയോണൈസ്. ഇതിൽ ഒഴിക്കല്ലേട്ടാ മയോണൈസ്. ഈ കൊച്ചിനൊന്നും അറിയില്ല. ഇത് എന്താക്കിയ പൊളിച്ച അല്ലാഹു കയ്യിലിട ചേട്ടാ. പുറത്ത് ഇങ്ങനെ ടൈനെ പോവില്ല. ആകെ 2 ആൾക്കാരുള്ള ആൾക്കാർ വരാൻ കാത്തിക്കാണ് ഞങ്ങൾ. ഞങ്ങൾ ശരിക്കും 3 ആൾക്കാരാണ്. ശരിക്കും ഞങ്ങൾ 3 ആൾക്കാരാണ്. ഒരാൾ കുളിക്കാൻ കയറി. ഞങ്ങൾ 3 ആൾക്കാർക്ക് ഞങ്ങൾ 16 പീസ് ചിക്കൻ വാങ്ങിച്ചു. ബിക്കോസ് ഇന്നത്തെ നാളെ ബ്രേക്ക്ഫാസ്റ്റിന് ഫുള്ള് ഇതാണ്. ഇനി ഇവിടുന്ന് കുറച്ച് 3 ദിവസത്തിന് ഇത് തന്നെയാണ്. റിച്ച് ലൈഫാണ്. പിന്നെ നാളത്തെ ചിഹ്നം മറക്കണ്ട, കൈപ്പത്തി. അതിന് ഇത് കഴിഞ്ഞ എപ്പോഴും ബ്ലോഗ് വരിക കഴിഞ്ഞിട്ട്. അതല്ല മുന്നിട്ടുണ്ട്. അതെ ഇടാൻ പറഞ്ഞ എന്താ പറയുക, കോസ്റ്റ്യൂം നമ്മൾക്ക് സെലക്ട് ചെയ്തത് മെൻസ് പാർക്ക് സുഗൂസ് ഹോം മെൻസ് പാർക്ക്. അതിൽ നിന്നാണ് നമ്മൾ ഇതെടുത്തത്. ഇത് സുഗുവിന്റെ ഷെസിമോന്റെ കണ്ണട. ഇത് ഐഷമോളെ തൊപ്പി. ഇത് സുഗുവിന്റെ പാട തൊപ്പി. കൂളിംഗ് ഗ്ലാസ് സുഗുവിന്റെ ഏതോ ഫ്രണ്ടിന്റെ. സ്വന്തമായിട്ടൊന്നുമില്ല. സുഗുവിൻ്റെതൊന്നുമില്ല. സുഗു അങ്ങനെ ഒരു ജീവിയാണ്. സുഗു ഇവിടെ മേലെ പരിപാടിയിലാണ്. ഇത് റെഡി ആവില്ല. ഇതിൽ സാധനം വേണേ. സുർക്ക് എന്തിനാ ഇതിൽ ഒഴിക്കണ? വെളിച്ചെണ്ണ വേണേ. ഇനി നമ്മളെന്ത് അടുത്ത് ഇത് ഒക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഇല്ല. വെളിച്ചെണ്ണ വന്നു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ബോയിനെ കാത്ത് കണ്ട് 1 മണിക്കൂറായി. ഇത് എന്റെ വീട്ടിൽ എടുത്തോളന്നിരാന്ന്. എന്താ ചെയ്യാ? ഉത്തരവാദിത്തം എല്ലാവർക്കും. ഞാൻ വിളിച്ചാ അൻഫസിനെ വിളിച്ച സൗണ്ട് ഒന്ന് വിളിച്ചറാ. 5 മിനിറ്റ് കൊണ്ട് പോയതാ. ഇതിപ്പോ ഇനി നാളെ രാവിലെ ആവും കോഴി ഉണ്ടാക്കാം. ചെക്കന്മാര് മസാല പരട്ടിവെക്കാനൊന്നും ആയിട്ടില്ല. എല്ലാവരും വരട്ടെ അല്ലേ? ഒരു പരിപാടി ആകുമ്പോൾ ഇത്ര ഇവിടെ തിരക്കിൻ്റെ ഇടയ്ക്ക് ഒരാൾ ജിമ്മിന് പോയിരുന്നു. 2 ആൾക്കാർ. എന്താൾക്കാർ നേരത്തെ നമ്മൾക്ക് ചെറിയൊരു അറ്റാക്കിങ് ഇവിടെ നടന്നു വിത്ത് ഡോഗ്സ് ആൻഡ് സം ഡോഗ്സ്, നാടൻ പട്ടികൾ.
സോ ഫൈനലി നമ്മൾ അതിൻ്റെ അവസാനം നമ്മൾ ജയിച്ചു. ഞാൻ മേലെന്ന് സ്നൈപ്പർ കൊണ്ട് നല്ല വെടിവെപ്പായിരുന്നു, കല്ലേറ്. ആടെ ചെകിട് നോക്കിയിട്ട് സാധനം ഇട്ടു. ഒരു സൺഫസ്. സോ സൺഫസ് ഒന്ന് അറിഞ്ഞ് നമ്മൾ തുടങ്ങുക. അവിടെ ഒന്ന് എവിടെ വിളിച്ചാ വിളിച്ചാ എന്താ പറഞ്ഞു? ഓടി പിടിച്ചോട്ടേതാ നമ്മൾ അളത്തി ഗേറ്റ് തുറക്കണ്ടേ കമോൺ. വെളിച്ചെണ്ണക്കാരെത്തി. നീണ്ട 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 1 മണിക്കൂറിനിടയ്ക്കിൽ ഡോക്ടർ വെളിച്ചെണ്ണ ഇട്ടെത്തി. പെട്രോളോ? ഒരു സീനുണ്ടായി. വായോ പിന്നെ പറഞ്ഞുതരാം. അതിനിപ്പോ ഞങ്ങളുടെ ലുക്ക് കണ്ടിട്ട് പല്ല് കുറച്ച് വരികയാണ്. മസാല കണ്ടപ്പോൾ ആള് പല്ല് കറി പകുതി വെച്ച് തന്ന്. ഒരു പ്രശ്നം ഉണ്ടായി. കോഴി സോപ്പും കൂടി ഇട്ടൊന്ന് കഴിച്ചു. വായോ അത് സെറ്റാക്കിണ്ട്. ലെമൻ്റെതാ, ലെമൺ ആഡ് ചെയ്യണ്ടല്ലോ. ജിമ്മിന് വയ്ക്കേ ഈ വായോ ഒന്നാക്കിയിട്ടില്ല. വാ ഇത് ഇങ്ങോട്ട് വാ, മസാല ഇതാക്കണം. ഫ്ലാഷ് പോയാ? എന്ത് ഫ്ലാഷ് പോയത്? എന്ത് തർക്കങ്ങളാണ് ഇവിടെ. ഇവിടെ തോല് കളഞ്ഞില്ല എന്നാണ് പറയണത്. എന്ത്? അത് കുഴപ്പമില്ല, ഉണ്ടായിക്കോട്ടെ. ലെയറാണ് ഇവൻ വെറുതെ. ഇതെന്താ മസാല മിക്സ് കൈമൻ? അല്ല എന്റെ ചോരല്ലേ, നായി അതുകൊണ്ടപ്പോ പോയി തൊട്ട്. അത് ഇത് കെറ്റി ബാൻഡേഡ് നെറ്റ് സുഖം. ഇപ്പൊ എന്തോ ട്രിം ചെയ്യണ സൗണ്ട് ഒക്കെ ഉണ്ട്, മേലെന്ന് ട്രിം ചെയ്യണ സൗണ്ട് ഒക്കെ ഉണ്ട് സുഖിന്റെ. ഡെന്റൽ പല്ല് പറിക്കിയ ശേഷം ചിക്കൻ വരയിലാണ് ഇവിടെ നടക്കുന്നത്. കത്തി ആദ്യമായി കണ്ട ചാർക്കോള് വാങ്ങി. ചാർക്കോള് വാങ്ങട്ടെ. അങ്ങോട്ട് നേരത്തെ വിളിച്ച് പറഞ്ഞ അമ്മിയെ. അമ്മി എംപ്ലോയീസ് കൈ. അപ്പൊ നമുക്ക് അടുത്ത് മസാല ആക്കിട്ട് എന്നാ കുറച്ച് കൂട്ടിക്ക്. അങ്ങനെ നമ്മൾ ഇവിടെ മറ്റേ എന്താ സാധനത്തിന്റെ പേര്? അയ്യോ ഇത് മഴിക്കൈക്ക് വീണ കോമഡി ആവൂലേ? എന്തൊക്കെ ടെൻഷനായി. എന്തൊക്കെയാണ് കൊച്ച്? ഗ്ലാസ് മാറ്റാൻ പോവാണ്. സോ അവർ മസാല ഈസ് ഇവിടെ റെഡി ആകാൻ പോകുന്നു. കുറച്ചും കൂടെ ഒഴിക്കണം. മിക്സ് ചെയ്ത് നോക്കാം അല്ലേ? നമ്മൾ മിക്സ് ചെയ്യാൻ പോവാണ്. അയ്യോ മൂന്നാറ് പോയതാണല്ലോ ഫ്രിഡ്ജിരിക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം പൊടിയുണ്ട്. തൊട്ട് നോക്കിയാ നിങ്ങൾ എന്ത് പൊടിയാക്കാൻ തമ്മ അടിച്ചു പോകും. നീ പൊടിയാക്കിയാൽ കുറച്ച് തൈര് വെച്ച് അടിപൊളിയാവും തേച്ച. അപ്പൊ നമ്മള് മസാല ഒന്നും എടുത്ത് മാറിയുണ്ട്. അച്ചാർ മസാല ആയി. പെരി പെരിയാണിതേ. സാധാ കളിച്ചിട്ടാ തൈര് വെച്ചിട്ട് പുളിയാവുള്ളൂ കൂടുതൽ. കുറച്ച് വെള്ളം ഒഴിക്കണേ, കുറച്ച് അപ്പൊ റെഡി ആവും, ന്യൂട്രലാവും. കട്ടിയുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ന്യൂട്രലാവും. ഇത് നിങ്ങൾക്ക് ഐഡിയ അല്ലാണ്ടാണ്. ഓട്ടോമാറ്റിക് അല്ലേ? ഇത് മതി. ഓ ഞാൻ കൂട്ടിക്കൊണ്ട് പറയില്ല, കേട്ടില്ല. ഇത് മതിയില്ല, ഇനി ഒന്നും വേണ്ടല്ലോ. ലാസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി വെള്ളം ഒഴിക്കണോ? ഇനി വെള്ളം ഒഴിക്കണ്ടല്ല? ഇനി വെള്ളം ഒഴിക്കണ്ടല്ല? ഇനി വെള്ളം ഒഴിക്കണോ?
മതില്ലേ നീ വെള്ളയിക്കണ അടുക്കടാ എടാ വേറെ പാത്രം കാട്ട് ലാസ്റ്റ് ഓരോ മിക്സ് അങ്ങനെ രസം ഈ കണ്ടിട്ട് ഒഴിച്ചു വന്നിട്ട് അതിക്ക് ഓരോന്നിട്ടിട്ടാണ്ട് അങ്ങനെ ആക്കിയാൽ മതി എല്ലാം കൂടി ഇടല്ലേ ഇതിന് സുന വേണം സ്ഥലം വേണേ ജസ്റ്റ് ഒന്ന് ആക്കിയാൽ മതി അച്ചാർ മസാല കൊണ്ടിട്ടത് ഇത് കാട്ട് മറ്റേ കാട്ട് ഒരു പാത്രം കാട്ടറ അത് ഏത് ഇത് അതീക്കിട അത് ഇതീക്കിട ഒരു മൂടായില്ലേ വേണ്ട പാത്രം വേണ്ട ഏലക്കായേ ഇത് അങ്ങനെ ഉണ്ടല്ലേ ഇതിനൊക്കെ ഒരു ട്രിക്ക് ഉണ്ടേ നിങ്ങൾ ഇതുവരെ ഒന്നും കോഴി പൊരിച്ചില്ല നിങ്ങൾ അന്ന് പോകുമ്പോൾ കോഴി ചുടാ മൂന്നാർ പോകുമ്പോൾ നീ അവിടെ കൊണ്ടുവച്ചോ ഈ അൻപസുള്ള പീസൊക്കെ ഇട്ടിട്ട് ഇതിപ്പോ മസാല പറ്റണം എല്ലുത്തി നമ്മളെ ഒരാളോട് ട്രിമ്മറിന്റെ സൗണ്ടൊക്കെ കേൾക്കണ്ട് മേലെന്ന് മസാല എത്ര പെട്ടെന്ന് കറിയേ ഇനി നിങ്ങളുടെ പുളിച്ച് ചാവും അതല്ലെങ്കിൽ നല്ല കിടിലും പുളി ഉണ്ട് ഗ്യാസ് ഉണ്ട് ഇവിടെ പൊരിച്ചിട്ട് തലന്നിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് പണ്ടിൻ്റെ ബർത്ത്ഡേക്ക് അങ്ങനെ ചെയ്ത് 2 മണി വരെ ഇരുന്ന് ലാസ്റ്റ് പൊരിച്ചെന്ന് ചട്ടിയിട്ടിട്ട് അത് എന്തുണ്ടായാലേ ചാർക്കോൾ വാങ്ങിയത് തണുത്ത ചാർക്കോളേ എന്താ ചെയ്യാ അന്ന് മുതൽ തുടങ്ങിയതാണ് കോഴി ചൂടല് ഒരു പ്രാവശ്യം പോലും സഫാൻ്റെ കൂടെ നല്ല ചുട്ട സെറ്റായില്ലേ നെസ്ഫാൻ്റെ അമ്മ മസാല ആക്കി എന്നിട്ട് ഒത്തും മൂടിയാണ് ഇത് ഞാൻ അവിടെ ഉള്ളപ്പോഴേ ഗൾഫിലുള്ളപ്പോഴും എല്ലാവരും എന്നെ മസാല പറ്റാനെ വിട്ടുക കാരണം വെച്ചാൽ നമ്മൾ മസാല പറ്റിയ സീനാ അത് പിടിക്കണ ഒരു സംഭവം ഉണ്ട് അത് ഓരോരുത്തർക്കും ഒരു കഴിവ് അത് കൊടുക്കണ്ടാവില്ലേ മസാല ചിക്കൻ കഴുകാൻ 2 മണിക്കൂർ എന്റെ തക്കോടൂടെ തൊട കണ്ടില്ലേ അച്ചാറല്ലേ അത് ശരി എടുത്ത് കഴിച്ചിട്ടേ കയ്യുമൊന്ന് കുത്തിയിട്ട ചെറുതായിട്ട് ചോരയുടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും പിണങ്ങി അപ്പൊ ഇതിപ്പോ ഡീലാക്കിട്ടല്ലേ ഉള്ളോ 5 മിനിറ്റ് നേരത്തെ വിളിക്കുന്നുണ്ട് വണ്ടി ഒന്നുമില്ല പറഞ്ഞ് വിളിക്കാൻ വരെ പറഞ്ഞപ്പോഴേ വേണ്ട ഞാൻ നോക്കി വിളിക്കാം മുൻകൂട്ടി പറഞ്ഞില്ലേ ആ ചിലപ്പോ ഇനി ബ്ലോക്ക് ചെയ്യും മൊത്തത്തിൽ കേട്ടാവും ആ വെളിച്ചെണ്ണ കൊണ്ട് തൂച്ചിട്ടാ പറഞ്ഞത് ഇത് കറക്റ്റാണ്ട മസാല അല്ലേ അത് ആരാണ് മിക്സ് ചെയ്ത് അത് അവിടെയാണ് കഴിവ് ഒരു വെള്ളം ഓരോന്നിന്റെ ഒരു ഇത് കണ്ണാടയുടെ പ്രശ്നമാവും ഇത് ഭയങ്കര കറുത്ത പോലെ ഇത് വെച്ചാൽ മതി കൂടിനെ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് തൊടന്നെ പിടിച്ചിട്ട് ഇത് വേണ്ട ഇത് മസാല ഇല്ലേ എന്തായാലും ചെയ്യും
ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലാക്കിയല്ല മേലേക്ക് വെച്ചല്ല കുറച്ച് തൈര് ഒഴിച്ച് set ആയി. ഇനി ഇങ്ങടെ പുളിച്ചിട്ട് ചാവും അത് തൈര് ഇപ്പൊ എന്തിനാ വാങ്ങിച്ച് നാളെ ഇത് കൈ മമ്മിക്ക് പണിയായി അടുക്കട്ടെ, തൈര് ഒഴിക്കട്ടെ. എടാ നല്ല പോട നല്ല പുളിക്കോടാ അതോ പുള്ളിയല്ലേ ഒരിക്കൽ തൈര് ഒഴിച്ച് set അത് രണ്ടാമത്തെ മെസ്സേജ് മതി മതി set ആവും ചെയ്യും. Scene സാധനമാവും. ഒന്ന് കൂട്ടിച്ചു കുറച്ച് പാൽപ്പൊടി ഇട്ടല്ലേ. ജ്യൂസ് അടിക്കത് എന്തൊക്കെയാണ് ഈ മസാല നമ്മൾക്ക് വേണ്ടി മയോണൈസ് വെച്ചുള്ള മസാല. മയോണൈസിന്റെ പാക്കറ്റ് ഇതിൽ കൂടിട്ടാ ആ. ഈ സാധനം ഇത് മോനെ ഇതിലൊന്നും ചെയ്യാലിങ്. ഒന്നുകൂടി റൗണ്ട് ചെയ്തിട്ട് വെള്ളം വെച്ച് വെക്കാം വെള്ളം അധികം വേണ്ട, ഒട്ടി പിടിക്കില്ലേ. ഒട്ട് പിടിക്കോ അല്ല അത് ലൂസ് ആവും മസാല. മസാല ലൂസ് ആവും. ഏത് മസാല ലൂസ് ഇപ്പൊ കറക്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ മതി എന്തൊക്കെയാണ് കൊച്ചു കേരളത്തിൽ നടക്കുന്നത് ഇന്നേ ആ ഇവന്റെ ഉണ്ണിയുടെ പേരെന്താ പാടത്തുണ്ടെന്നെ നിഹാലല്ലേ ഓനോടൊന്ന് ചോദിച്ചു നെഹാന ഓനോട് ചോദിച്ചേ വാഴ ഉണ്ടായിച്ചിട്ടോ അങ്ങനെ ഇന്ന കാണിച്ചു തന്നിട്ട് വാഴ ഉണ്ടാക്കാണ്ട് ഇപ്പൊ എവിടെ ചോദിച്ചപ്പോ ഇന്ന കാണിച്ചത് ആദ്യം അതും കാണിച്ചു ഈ മുറിഞ്ഞോ അത് കട്ട് ചെയ്യാം ബീപ്പല്ലേ പക്ഷെ പെണ്ണിന്റെ പേര് പറയാനൊന്നുമില്ല. ഓ മൈ ഗോഡ് കയ്യുമ്മ ആകെ മുറിയായി ഇനിയിപ്പോ എങ്ങനെയാ ഗിത്താർ വയ്ക്കാം മതി ഫ്രിഡ്ജ് വെക്കുള്ള സമയത്തേ അതിൻ്റെ ഉള്ളിൽ ഒപ്പം കയറുന്നു അതിന്റെ ഒപ്പം ഇത് തുറന്നേ സോ ഗൈസ് അഡ്ജസ്റ്റ് ക്യാമറ എടുത്തേ ആ വരുന്നുണ്ട് തുറക്ക് അത് തുറക്ക് സോ നമ്മൾ നമ്മുടെ ചിക്കൻ ഫ്രീസറി കയറ്റാൻ പോവാണ് ഏത് ഇതിൽ അപ്പോൾ നമ്മളിന്ന് ചിക്കൻ നമ്മൾ 2 മണിക്കൂർ ഫ്രീസറി വെക്കണം. ക്ലീനിങ്ങിന് വേറെ ആളെ വിളിക്കേണ്ടി വരും. അപ്പോൾ സമയം ഇപ്പം എത്രയായി? സമയം ഇപ്പോൾ 10 മണി കഴിഞ്ഞ് 5 മിനിറ്റ്. അപ്പോൾ 12 മണിക്ക് നമ്മൾ ചിക്കൻ ചുടും, 3 മണിക്ക് നമ്മൾ ചിക്കൻ കഴിക്കും. ഇല്ല 1 മണിക്കൂർ. അപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾക്ക് കാണാൻ ചിക്കൻ ചുടുമ്പോൾ കാണാം. വാ അപ്പോൾ ബൈ. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞങ്ങൾ വരും.